വിവാദ സർജറിക്ക് ശേഷമുള്ള ആദ്യത്തെ ഇനാഗ്രേഷൻ അല്ലേ? അപ്പോൾ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ ഈ ടൈമിൽ? ആ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണ് ഈ ഒരു സമയത്ത്? ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആണ്. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസമാണ്. കാരണം കഴിഞ്ഞ 16-ാം തീയതിയാണ് ഞാൻ അഡ്മിറ്റ് ആയത്. 17-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 17-ാം തീയതിയാണ്. ഇന്ന് കറക്റ്റ് ഒരു മാസമായി എൻ്റെ സർജറി കഴിഞ്ഞിട്ട്. 45 ദിവസം റെസ്റ്റ് പറഞ്ഞു. പക്ഷേ ഏകദേശം ഓക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ ആഷിക്കുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ആ വീഡിയോ കണ്ടില്ല ബ്രോ, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ പലരും പല രീതിയിലാണ് പറഞ്ഞത്. ചിലർ ഡൗൺ സർജറിയാണ്, ചിലർ മറ്റെന്തെങ്കിലും സർജറി ആയിരിക്കും. അതിനെ ചൊല്ലി പല വിവാദങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ജാസ്തി ചെയ്ത സർജറി ഏതാണെന്നുള്ള പറഞ്ഞാൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ ശരീരത്തിൽ നമ്മൾ സർജറി ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതെങ്ങനെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സർജറി ചെയ്തു, ഞാനൊരു പെണ്ണായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും കൂടിയിട്ട് ഞാൻ ഒരു പെണ്ണായി എന്നാക്കി മാറ്റി കുറേ എന്തൊക്കെ വിവാദങ്ങൾ. ഞാനത് ഒന്നും ബോധർ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ പങ്കുവെച്ചത്. ഞാനിങ്ങനെ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അത് ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് സർജറി ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്ത് സർജറി ചെയ്തതെന്ന് പറയേണ്ട ഒരു വ്യക്തമാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോഴും റിവീൽ ചെയ്യാത്തത് എന്ത് സർജറി ചെയ്തതെന്നുള്ളത്. ഓട്ടോമാറ്റിക് എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം ഞാൻ എന്ത് സർജറി ചെയ്തെന്നുള്ളത്. പിന്നെ അത് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അറിയിച്ചു കൊടുത്താലും അതിനും കുറേ ആൾക്കാർ വിവാദമായിട്ട് വരും. എന്തിനാ വെറുതെ? ചില ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വിഷയം വെച്ചിട്ട് കാശുണ്ടാക്കിയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. പിന്നെ യൂട്യൂബിൽ പേയ്മെന്റിലേക്ക് വേണ്ടി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടന്റിന്റെ പുറകെ അല്ലേ? ഇപ്പൊ ഞാൻ പറയുമ്പോൾ അത് അവർക്കൊരു കണ്ടന്റ് ആണെങ്കിൽ അവരത് കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നു, അതിലവർ റീച്ച് ഉണ്ടാക്കുന്നു, അവരതിന് പേയ്മെന്റ് അവർക്ക് കിട്ടുന്നു. എനിക്കതിന് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കാരണം എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്ത് ട്രോളുമ്പോഴാണ് എനിക്ക് പേഴ്സണലി വിഷമം വരാറുള്ളത്. അല്ലാണ്ട് കുറേ ട്രോള് ആൾക്കാർ ഞാൻ കാണാറുണ്ട്. കുറേ ആൾക്കാർ വളരെ മാന്യമായിട്ട് ട്രോളുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വളരെ മോശമായിട്ട് ട്രോളുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്ന ട്രോളുകൾക്ക് മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ട്രോളുന്ന ആൾക്കാർക്കെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിന് ട്രോളുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊന്നും ഞാൻ വെറുതെ എൻ്റെ അക്കൗണ്ടിലൂടെ റീച്ച് ആക്കി കൊടുക്കാറില്ല. ഈ ഹെൽനോസ് പാട്ട ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഹെൽനോസ് പാട്ട ജാസിനെ ഭയങ്കരമായിട്ട് തെറി പറയുകയും അങ്ങനെ വീഡിയോ ചെയ്ത് ആ വീഡിയോസ് ആഷി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പ്രതികരിച്ചു. ആഷിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കാര്യങ്ങളും വന്നില്ല. ജാസിക്കും അതേപോലെ തെറി വിളിച്ചിട്ടെല്ലാം സംസാരിക്കുന്നത്. പക്ഷേ ജാസിന് തെറി വിളിച്ച രണ്ടുപേരും കൂടില്ല, രണ്ടുപേരും പിന്നെ എന്താ വ്യത്യാസമുള്ളത്? ഒന്നാമത് ആ ഒരു വിഷയം ഓൾറെഡി ആ കുട്ടി പറഞ്ഞു. അല്ല, യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് എല്ലാവരും പലരും അല്ല, എനിക്കറിയില്ല എന്താ പ്രശ്നം. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വിഷയം അങ്ങനെ എടുക്കുന്നു. കാരണം ആ കുട്ടീനെയും ലൈഫിൽ ഞാൻ കാണുന്നു, എൻ്റെ ലൈഫും രണ്ടാളും ആ ഒരു റെസ്പെക്റ്റ് വെച്ചിട്ട് തന്നെ ഞാനത് വളരെ മാന്യമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്തത്. ഇപ്പോൾ ആ കുട്ടി അവളെ കാര്യങ്ങളായിട്ട് അവൾ ബിസിയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ടും ബിസിയാണ്. ഞാൻ എവിടെയാണ് ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, അവളെന്നെ പറഞ്ഞിട്ടുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആ കുട്ടി. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയതിൽ മീൻസ് അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ കുറേ മുമ്പേ. അപ്പോൾ അതിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞല്ലോ ഫ്രണ്ട് അല്ല എന്നുള്ളത്. അപ്പോൾ അത് ആ നല്ല രീതിയിൽ തന്നെ അത് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ. ഞാനും അത് പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. ആ കുട്ടിയും ഇപ്പോൾ ഓൾറെഡി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളെന്തിനാ വെറുതെ ഇത് പറയുന്നത്?